ശുഭദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം സ്വാഗതം. ദൈവവചനം ശ്രവിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. ദൈവമക്കൾക്ക് പ്രയാസങ്ങളും പരീക്ഷണ സമയങ്ങളും നേരിടേണ്ടി വരും. ഇവയില്ലാതെ നാം ഒരിക്കലും വിശ്വാസത്തിൽ ശക്തരാകില്ല. നമ്മുടെ നിത്യമായ നേട്ടത്തിനായി പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ദൈവം അനുവദിക്കുന്നു. ദൈവത്തിന്റെ മഹത്വ ശക്തി അനുസരിച്ച് കൊലോസിയിലെ വിശ്വാസികളെ ശക്തിപ്പെടുത്തണമെന്നായിരുന്നു പൗലോസിന്റെ സഭയ്ക്കായുള്ള പ്രാർത്ഥന. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-20 പറയുന്നത് പോലെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമുക്കും പര്യാപ്തമാണ്. നമ്മുടേതിനേക്കാൾ നാം ആ ശക്തിയെ ആശ്രയിക്കണം. കർത്താവിൽ നിന്നുള്ള ഈ ശക്തി ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളെ ക്ഷമയോടെ നേരിടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ ജീവിതത്തിലെ ഓരോ കൊടുങ്കാറ്റും താൽക്കാലികമാണ്. 2 കൊരിന്ത്യർ 4:17 പറയുന്നത് പോലെ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത്ര ശക്തമായ കൊടുങ്കാറ്റുകൾ തോന്നിയേക്കാം. പക്ഷേ ഒടുവിൽ ആകാശം തെളിയുകയും സൂര്യൻ വീണ്ടും പ്രകാശിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ശക്തി നമ്മെ ശക്തീകരിക്കുക മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. നാം പല്ലുകടിച്ച് സഹിക്കുക എന്നത് ഒരു കാര്യമാണ്. എന്നാൽ ദൈവശക്തിയിൽ വിശ്രമിക്കുകയും അവന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നത് മറ്റൊന്നാണ്. നാം ചെയ്യുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനും അത്യാന്തിക നന്മയ്ക്കും വേണ്ടിയാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് അചഞ്ചലമായ ആന്തരിക സന്തോഷം കൈവരിക്കാൻ കഴിയും. അതാണ് നെഹമ്യാ 8:10 പറയുന്ന, യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. ഘോരമാം ശോധനയിൽ